നമുക്ക് പെട്ടെന്നൊരു ബട്ടർ ചിക്കൻ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് എരിവിനായി മുളക് പൊടിയും മഞ്ഞളും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ തൈരും നാരങ്ങാനീരും പിന്നെ എല്ലാം നന്നായി മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം ഒരു ഫ്രൈ പാനിലേക്ക് ഓയിലും ഒരു കഷ്ണം ബട്ടറും കൂടി ചേർത്ത് എല്ലാം ഒന്ന് വറുത്തെടുക്കാം. ചിക്കൻ നന്നായി മൊരിയേണ്ട ആവശ്യമില്ല, ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ചിക്കൻ എല്ലാം വെന്ത് വന്നതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ്റെ മസാല റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി പാനിലേക്ക് ഓയിലും ബട്ടറും ചേർത്ത് ബട്ടർ നന്നായി മെൽട്ടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പട്ടയും ഗ്രാമ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് വഴഞ്ഞു വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികളും ഉപ്പും ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. മസാലപ്പൊടികളെല്ലാം നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 10 കാഷ്യൂനട്ട് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ആ പാനിലേക്ക് തന്നെ ഞാൻ ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അടിച്ചെടുത്തിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായി തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അരപ്പ് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ ടൈമിൽ നമുക്ക് ഇതിൽ ഉപ്പിൻ്റെ എന്തിൻ്റെയും കുറവുണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. ലാസ്റ്റ് ഒരു പീസ് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം.